വർഷം 1823. ബ്രിട്ടീഷ് ജിയോളജിസ്റ്റ് ആയിട്ടുള്ള ജെ.ഇ. അലക്സാണ്ടർ മഹാരാഷ്ട്രയിലെ ബുൽധാന ജില്ലയിലുള്ള ഒരു തടാകത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നതും വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് കഥകൾ ഉറങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള ഏകദേശം വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ആ ഒരു തടാകത്തിന് പറഞ്ഞു കേട്ടതിലധികം സവിശേഷതകളുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്താണ് ആ പ്രത്യേകത? ഇന്ത്യയിൽ കാണപ്പെടുന്ന കേവലം ഒരുപാട് തടാകങ്ങളിലൊന്നായ ഈ ഒരു തടാകത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അന്ന് പണ്ടുകാലമുള്ളവർക്ക് തന്നെ അത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തടാകത്തിൽ മത്സ്യങ്ങളില്ല എന്നുള്ളതാണ്. 2, ഈ തടാകം സീസണലായിട്ട് കളർ ചേഞ്ച് വരുത്തുന്നുണ്ട്. 3, ഇതിൻ്റെ സൈഡ് വൈസ് നോക്കുമ്പോൾ ഏകദേശം 75 ഡിഗ്രിയോളം ചരിവിലുള്ള വലിയ ഒരു വൃത്താകൃതിയിലുള്ള മതിൽക്കെട്ട് പോലെ നിന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് തടാകം കാണപ്പെടുന്നത് എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ബുൽധാന ഡിസ്ട്രിക്റ്റിൽ കാണപ്പെടുന്ന ലോണാർ ലേക്കിനെ കുറിച്ചാണ്. നമ്മൾ കോമ്പസുമായിട്ട് അവിടെ ചെല്ലുകയാണെങ്കിൽ പല പ്രദേശത്തും ഭൂമിയുടെ കാന്തിക വലയത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഡയറക്ഷനിലായിട്ട് കോമ്പസ് അനങ്ങുകയും ഒരുപാട് പഴയ ക്ഷേത്രങ്ങൾ കാണപ്പെടുകയും ചെയ്യപ്പെടുന്ന അവിടെ ഈ അടുത്ത കാലത്ത് അപ്പോളോ യാത്രികർ കൊണ്ടുവന്ന മണ്ണിൻ്റെ സ്വഭാവത്തെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ചന്ദ്രനിലെ മണ്ണുമായിട്ട് സാമ്യതയുണ്ട് എന്നുള്ള കണ്ടെത്തൽ വരെ നടന്നിരുന്നു. മാത്രമല്ല, കൊറോണ സമയത്ത് നമ്മളെല്ലാവരും തന്നെ വീട്ടിലടച്ചിരുന്ന 2020 കാലഘട്ടത്തിൽ മെയ് മുതൽ ജൂൺ വരെയുള്ള സമയത്തെടുത്ത ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കടും പച്ച നിറത്തിൽ നിന്നും പിങ്ക് കലർന്ന ചുവന്ന നിറത്തിലേക്ക് തടാകം ആസകലം കളർ ചേഞ്ച് ചെയ്തത് ശാസ്ത്ര ഗവേഷകരെ ആകമാനം അത്ഭുതപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ? ലോണാർ തടാകത്തിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയിൽ പാറക്കഷ്ണങ്ങൾ വന്നിടിച്ചുണ്ടാകുന്ന ക്രേറ്ററുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അരിസോണയിലെ കാരിങ്ടൺ ക്രേറ്ററാണ് നിങ്ങളീ കാണുന്നത്. ഒരു വലിയ പാറക്കഷ്ണം വന്നിടിച്ചുണ്ടായ ഈ ക്രേറ്ററിൽ എവിടെ പോയി പാറക്കഷ്ണം എന്നൊരു ചോദ്യം സാധാരണ ഉണ്ടാകാം. ഭൂമിയിലെന്നല്ല, ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും അങ്ങനെ നല്ല സോളിഡ് ആയിട്ടുള്ള സർഫസുള്ള ഏത് ഗോളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ബഹിരാകാശത്ത് ചുമ്മാ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള പാറക്കഷ്ണങ്ങളും ഛിന്നഗ്രഹങ്ങളും ഒക്കെ തന്നെ വന്നിടിക്കാറുണ്ട്. പ്രധാനപ്പെട്ട കാരണം അവയുടെ പാതയിലുള്ള വ്യതിയാനവും ഗുരുത്വാകർഷണവും ഒക്കെയാണ്. ഭൂമിയും ഇതിൽ നിന്ന് സുരക്ഷിതമല്ല. ഓരോ ദിവസവും ആയിരക്കണക്കിന് പാറക്കഷ്ണങ്ങൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരികയും ഘർഷണം മൂലം കത്തിപ്പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ പാറക്കഷ്ണങ്ങൾ സീസണലായിട്ട് ഭൂമിയിൽ വന്നിടിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. സത്യത്തിൽ ഇന്ത്യയിൽ അത്തരത്തിലുള്ള പാറക്കഷ്ണങ്ങൾ വന്നിടിച്ച ഗർത്തങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ട്രോപ്പിക്കൽ റീജിയണിലുള്ള സാന്നിധ്യവും നമ്മുടെ ഇറോഷൻ്റെ അളവ് കൂടുതലുമായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഉൽക്കകൾ വന്നിടിച്ചുണ്ടായ ഗർത്തങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാറില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഗർത്തങ്ങളോ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടന ഫലമായിട്ട് രൂപപ്പെട്ട ഗർത്തങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കി വെക്കുകയാണ് പതിവ്. ഇതുപോലെ തന്നെ ലോണാർ ലേക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ഗർത്തമല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അതിന് തക്കവണ്ണം ഈ തടാകത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ആദ്യം ഗവേഷകരെല്ലാം വിചാരിച്ച് വെച്ചിരുന്നത്, ഈ 1823 ജെ.ഇ. അലക്സാണ്ടർ ഉൾപ്പെടെ വിശ്വസിച്ച് വെച്ചിരുന്നത് ഇത് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു ഗർത്തമാണ് എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു രൂപം കാണുമ്പോഴും ചുറ്റുവട്ടത്തുള്ള റിമ്മ് കാണുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ളൊരു അഗ്നിപർവ്വതത്തിൻ്റെ സാന്നിധ്യം മൂലം പുറത്തേക്ക് അത് പൊട്ടിത്തെറിക്കുമ്പോൾ പദാർത്ഥങ്ങളെ ചീറ്റിയെറിയുന്നതും അവരുടെ ലാവ പല ഭാഗത്തേക്ക് തെറിച്ചു പോയതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു തടാകമായിരിക്കാം ലോണാർ തടാകം എന്നുള്ളതായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ബസാൾട്ട് റോക്കുകളാണ്. ലോകത്ത് മിക്കവാറും എല്ലാ ക്രേറ്ററുകളും കാണപ്പെടുന്നത് സെഡിമെൻ്ററി റോക്കുകളിലാണ്. ബസാൾട്ട് റോക്കുകളിൽ ലോകത്താകമാനം പ്രധാനപ്പെട്ട 4 ഗർത്തങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് ലോണാർ തടാകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോണാർ തടാകം ഉൾപ്പെടുന്ന ഗർത്തം എന്ന് പറയുന്ന. ബസാൾട്ട് റോക്കുകൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയിടിച്ചുണ്ടാകുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ഒരു പ്രത്യേകതരം മണ്ണാണ്. അതിനെ മണ്ണെന്ന് പറയാൻ കഴിയില്ല. പാറ ഉരുകി ലാവയായിട്ട് മാറിയിട്ട് അത് കൂൾ ചെയ്ത് തിരിച്ച് പാറയുടെ സ്ട്രക്ചറിലേക്ക് വരുന്ന ഒരു ഘടനയാണ് സാധാരണ ബസാൾട്ട് റോക്കുകൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബസാൾട്ട് റോക്കുകളെ തുരന്ന് ഒരു ഗർത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഈ ലാവ പൊട്ടിയൊലിക്കുന്ന സാഹചര്യങ്ങളും സമയങ്ങളും പലതായതുകൊണ്ട് തന്നെ അത്രത്തോളം പഴക്കമുള്ള ക്രേറ്ററുകളായിരിക്കില്ല സാധാരണ രൂപീകരിക്കുക. ഇന്ത്യയിൽ വലിയൊരു ഭൂപ്രദേശം ഇതുപോലെ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പൊട്ടിയൊലിച്ച് തണുത്തുറഞ്ഞതായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെക്കാൻ പീഠഭൂമി. നമ്മുടെ ഇന്ത്യ രൂപപ്പെട്ടു വന്ന സാഹചര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് പൊട്ടി ഇന്ത്യൻ പ്ലേറ്റ് വടക്കോട്ട് സഞ്ചരിച്ച് ഏഷ്യൻ പ്ലേറ്റിൽ വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഹിമാലയം രൂപപ്പെട്ടു എന്നതിനോടൊപ്പം തന്നെ ചില സീരീസ് ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇന്ന് നമ്മൾ കാണുന്ന ആഫ്രിക്കയുടെ അടുത്ത് കിടക്കുന്ന മഡഗാസ്കറും ഇന്ത്യയും ഒന്നായിരുന്നുവെന്നും ആഫ്രിക്കയിൽ നിന്ന് പൊട്ടിമാറുന്ന വഴിക്ക് ഇന്ത്യയോടൊപ്പം കേരളത്തിനോട് ചേർന്ന് മഡഗാസ്കർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം യാത്രാമധ്യേ നമ്മുടെ ഇപ്പോൾ അറബിക്കടൽ രൂപപ്പെട്ട പ്രദേശത്ത് എവിടെയോ വെച്ച് മഡഗാസ്കർ ഇന്ത്യൻ പ്ലേറ്റിനോട് വിട പറയുകയും അത് സ്വന്തമായിട്ടൊരു ദ്വീപായിട്ട് നിലനിൽക്കാനും ആരംഭിച്ചു.
എന്നാൽ പിന്നെയും ഇന്ത്യൻ പ്ലേറ്റ് സഞ്ചരിച്ച് കോടിക്കണക്കിന് വർഷമെടുത്ത് സഞ്ചരിച്ച് വന്ന വഴിക്ക് ഇപ്പോഴത്തെ റീയൂണിയൻ ഐലൻഡുകൾ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്ത് കൂടി കടന്നു പോവുകയുണ്ടായി. ഞാൻ ഈ പറയുന്നത് ഭൂമിയുടെ സർഫസിൽ കാണപ്പെടുന്ന ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തെക്കുറിച്ചാണ്. ഭൂമിയുടെ ഉള്ളിൽ ലാവയാണ്. ഈ ലാവയുടെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെയാണ് 20ഓളം പ്രധാനപ്പെട്ട ടെക്ടോണിക് പ്ലേറ്റുകൾ ഭൂമിയിലുള്ളത്. അതിലൊരു പ്ലേറ്റാണ് ഇത്തരത്തിൽ വടക്കോട്ട് സഞ്ചരിച്ച് ഏഷ്യയിലേക്ക് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം സങ്കല്പിക്കാൻ. അല്ലാതെ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കപ്പൽ ഫ്ലോട്ട് ചെയ്യുന്നത് പോലെ ഫ്ലോട്ട് ചെയ്യുകയല്ല. വളരെ പതുക്കെ വർഷങ്ങളിൽ സെൻറ്റിമീറ്റർ മാത്രം ദൂരം സഞ്ചരിച്ചുകൊണ്ട് സംഭവിച്ചൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത്തരത്തിൽ റീയൂണിയൻ ഐലൻഡുകൾ എന്ന് പറയുന്നത് ഒരു ഹോട്ട്സ്പോട്ടാണ്. അതായത് വളരെ ദുർബലമായ മാൻഡിലുള്ള അഗ്നിപർവ്വതത്തിൻ്റെ ലാവകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതിലൂടെ കടന്നു വന്ന വഴിക്ക് ഇന്ത്യയിലേക്ക് ലീക്ക് ചെയ്തുണ്ടായ ഒരു ഭൂപ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. അതായത് നിലവിൽ ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതങ്ങളൊന്നുമില്ല. നമുക്ക് ആകെയുള്ളത് ബാരൻ ദ്വീപിലുള്ള ഒരു സജീവ അഗ്നിപർവ്വതമാണ്. അത് ഇന്ത്യൻ മെയിൻലാൻഡിലല്ല. അപ്പോൾ ഇന്ത്യയിൽ എവിടെ ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊലിച്ചുള്ള മണ്ണ് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്ത്യ ഏഷ്യയിലേക്ക് ഇടിച്ചു കയറുന്ന യാത്രാമധ്യേ റീയൂണിയൻ ഹോട്ട്സ്പോട്ടിലൂടെ കടന്നുപോയപ്പോൾ അത് ലീക്കായതാണ്. അത് പൊട്ടിത്തെറിച്ചതല്ല, പകരം ലക്ഷക്കണക്കിന് വർഷം ലീക്കാവുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഈ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് വരുന്ന ഭാഗത്ത് ട്രാപ്പാവുകയും ചെയ്ത് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഉരുകിയൊലിച്ച് പെട്ടെന്ന് തണുത്തുറഞ്ഞ ഗ്ലാസ് പോലെ തന്നെ സാമ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള കട്ടി കൂടിയ ബസാൾട്ട് റോക്കിൻ്റെ ലെയറുകൾ നമുക്ക് ഇന്ത്യയിൽ മഹാരാഷ്ട്രയുടെ പല ഭാഗത്തുമൊക്കെ തന്നെ കാണാൻ കഴിയും. ഡെക്കാൻ പീഠഭൂമിയുടെ മാപ്പ് നിങ്ങൾ ഗൂഗിളിൽ എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരു ഗർത്തമുണ്ടാകാൻ, അവിടെ അഗ്നിപർവ്വതം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അവിടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിൻ്റെ ലാവ ചീറ്റിയൊലിച്ച സാഹചര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്ന ആ ഒരു പീഠഭൂമി ആൾറെഡി ഉള്ള ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് നിറയുകയും അവിടെ പുതിയൊരു ലെയർ രൂപപ്പെടുത്തുകയും അതിൽ മറ്റെന്തോ സംഭവിക്കുകയും ചെയ്താണ് ലോണാർ തടാകം ഉണ്ടായത് എന്ന് അനുമാനിക്കേണ്ടി വരും. അങ്ങനെയാണ് പിന്നീടുള്ള പഠനം 1883 ശേഷമുള്ള വളരെ തറവായിട്ടുള്ള പഠനങ്ങളും പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള പല പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് അനോമലസ് ആയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ ലോണാർ ലേക്കിനുണ്ട്. അതിന് കാരണം ലോണാർ ലേക്കിൻ്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ ഒരു വലിയ പാറക്കഷ്ണം, ഏകദേശം 1.8 മില്യൺ ഭാരം വരുന്ന നിക്കലും ഇരുമ്പുമടങ്ങിയ വലിയൊരു പാറക്കഷ്ണം വന്ന് ഇന്ത്യയിൽ ഇടിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളതാണ്. ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലേക്ക് ലീക്ക് ചെയ്യുന്ന സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ സമയം ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് അറൗണ്ട് മുൻപാണ്. കാരണം ആ സമയത്താണ് ചിക്സ്ലബ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്നിടിച്ചിട്ട് ദിനോസറുകൾ ഇല്ലാതാകാൻ കാരണമായതും അതിൻ്റെ ഗർത്തങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മൾ മെക്സിക്കോയുടെ യുക്കാറ്റൻ പെനിൻസുലയിൽ അഡ്വാൻസ്ഡ് സാറ്റലൈറ്റ് ഇമേജറി കൊണ്ട് നോക്കുമ്പോൾ മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായി പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു പാറക്കഷ്ണം വന്നിടിക്കുന്നത്. ആർഗൺ ഡേറ്റിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു ലോണാർ തടാകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു കൂട്ടിയിടി നടന്നതെന്നും കൂട്ടിയിടിയുടെ ഫലമായിട്ട് ഏകദേശം 1.8 കിലോമീറ്റർ വലിപ്പമുള്ള വലിയൊരു ഗർത്തമാണ് ഈ ബസാൾട്ട് റോക്കിൽ രൂപപ്പെട്ടത് എന്നും പഠിക്കാൻ കഴിയും. ഇതൊരു ഹൈ ഇമ്പാക്റ്റ് മീറ്റോറൈറ്റ് ക്രേറ്ററാണ്. സാധാരണ ഒരു 40,000-50,000 km/h വേഗത്തിൽ ഉൽക്കകളും മറ്റും ഭൂമിയിൽ വന്നിടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് ലോണാർ ലേക്ക് ഉണ്ടാകാൻ കാരണമായ കൂട്ടിയിടിയുടെ കാരണമെന്ന് പറഞ്ഞാൽ 90,000 km/h വേഗതയിൽ വന്നിടിച്ച വലിയൊരു പാറക്കഷ്ണമാണ്. ഒരു പാറക്കഷ്ണം ഭൂമിയിൽ വന്നിടിച്ചാൽ അത് ഭൂമിയിലും ചന്ദ്രനിലും ചൊവ്വയിലും എവിടെയായാലും വന്നിടിച്ചു കഴിഞ്ഞാൽ ആ പാറക്കഷ്ണം എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ദിനോസറുകളെ ഇല്ലാതാക്കാൻ ഒരു പാറക്കഷ്ണത്തിന് കാരണമായെങ്കിൽ ആ പാറക്കഷ്ണം എവിടെ എന്നുള്ള ചോദ്യം. സത്യത്തിൽ വലിയ വേഗത്തിൽ പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ നമ്മൾ ബലൂണിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം മണൽക്കൂനയിൽ അല്ലെങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണലിൽ എറിയുന്നതിൻ്റെ ഒരു എഫക്റ്റാണ്. അതായത് ഈ വരുന്ന സാധനത്തിന് വളരെ വേഗതയും ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടുള്ള തീപിടുത്തവും ഒക്കെ ഉണ്ട് എങ്കിലും അത് വന്നിടിക്കുന്ന ആ ഒരു കൈനറ്റിക് എനർജി, ആ ഒരു ഊർജ്ജത്തിൻ്റെ ഫലമായിട്ട് വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ഈ പാറക്കഷ്ണം ഇറ്റ്സെൽഫ് ഉരുകി ഈ ഗർത്തത്തിനോട് ചേർന്ന് രണ്ട് സൈഡിലേക്കും ഈ കാണുന്നത് പോലെ തെറിച്ചിട്ട് അവിടെ ഒരു ഗർത്തം മാത്രം രൂപപ്പെടുകയും ചെയ്യും. അതായത് ആ ആസ്ട്രോയിഡിൻ്റെ ഘടകങ്ങൾ ഇതിൽ പല ഭാഗത്തായിട്ട് ചിതറിത്തെറിച്ചായിരിക്കും കിടക്കുക. ലോണാർ ലേക്ക് ഉണ്ടാകാൻ കാരണമായി ആ ബസാൾട്ട് റോക്കിൽ വന്നിടിച്ച പാറക്കഷ്ണം ഉരുകി രണ്ട് സൈഡിലേക്കൊക്കെ തെറിച്ച് അവിടെ റിമ്മായിട്ട് ഏകദേശം ഇപ്പോൾ 150 മീറ്റർ ആഴമുള്ള വലിയൊരു ഗർത്തമായി മാറി. ഈ ഒരു ഗർത്തത്തിന് പണ്ട് ഇതിനേക്കാൾ ആഴം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ക്രമേണ പലതരത്തിലുള്ള ഇറോഷനുകളും മറ്റും മൂലം ആഴം കുറഞ്ഞു വന്നതായിരിക്കാം. ബസാൾട്ട് റോക്കിൽ ഒരു ഗർത്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തടാകം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഗർത്തമുണ്ടാകുമ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കണമെങ്കിൽ പല മാനദണ്ഡങ്ങളുണ്ട്. വെള്ളം പെട്ടെന്ന് താഴേക്ക് വറ്റിപ്പോകാൻ പാടില്ല. അതിനകത്തുണ്ടാകുന്ന മഴവെള്ളത്തിൻ്റെ സാന്നിധ്യം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. അണ്ടർ വാട്ടർ കണക്ഷനുകളിലൂടെ വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കണം. അങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. പക്ഷേ ഏകദേശം 50,000 വർഷം മാത്രം പഴക്കമുള്ള ലോണാർ ലേക്കിൽ വെള്ളം മഴയിലൂടെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ബസാൾട്ട് റോക്ക് ആയതുകൊണ്ട് വറ്റിപ്പോയില്ല. പർണ എന്നും പാൻഗംഗ എന്നും പറയുന്ന ചെറിയ 2 സ്ട്രീമുകൾ മാത്രമാണ് സത്യത്തിൽ ലോണാർ തടാകത്തിനെ ഫീഡ് ചെയ്യുന്നത്. അല്ലാതെ മുഴുവൻ വെള്ളവും മഴയിലൂടെ ലഭ്യമാകുന്നതാണ്. എന്നാൽ വേനൽക്കാലത്ത് ഈ മഴവെള്ളം വേപ്പറായിട്ട് പോയിട്ട് വെള്ളം കുറയാറുമുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് അതിനകത്ത് രൂപപ്പെട്ട വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് 12 ആണ്.
14 വരെ നമുക്ക് pH സ്കെയിൽ അളക്കാൻ പറ്റൂ. അതിൽ ആൽക്കലൈൻ സലൈൻ വാട്ടറാണ് ലോണാർ ലേക്കിനകത്തുള്ളത്. അതായത് ഉപ്പ് വെള്ളത്തിനേക്കാൾ 10 മടങ്ങ് ഉപ്പ് രസവും ലവണാംശവും അടങ്ങിയ വെള്ളമാണ് അതിൽ കെട്ടിക്കിടക്കുന്നത് എന്നർത്ഥം. 50,000 വർഷങ്ങൾക്ക് രൂപപ്പെട്ട ഒരു തടാകത്തിൽ അങ്ങനെ ഒരു വെള്ളം കെട്ടിക്കിടന്നാൽ അത് വളരെ എക്സ്ട്രീം ആയിട്ടൊരു കണ്ടീഷനാണ്. അവിടെ മത്സ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഒരു ജീവിക്കും കുളിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും നിലവിൽ പല ലെയറുകളായിട്ട് കിടക്കുന്ന അതിൻ്റെ വെള്ളത്തിൽ ചില സ്ഥലത്ത് ഫ്രഷ് വാട്ടറിൻ്റേതായിട്ടുള്ള അംശം ഉണ്ടെങ്കിലും കൂടുതലും ലവണാംശമുള്ള വെള്ളം ഉണ്ട്. അതിൽ ചില എക്സ്ട്രീമോഫൈലുകൾ എന്ന് പറയുന്ന ആൽഗകൾ വളരാൻ കഴിയുന്ന രീതിയിലേക്ക് പരിണമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് ജീവിക്കാൻ കഴിയാത്ത, ഓക്സിജൻ്റെ അളവ് തീരെ കുറഞ്ഞ, ലവണാംശം ഒരുപാട് കൂടിയ, അപ്പക്കാരം എന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റ് കൂടുതലടങ്ങിയ ആ വെള്ളത്തിലും ജീവികൾ. ആൽക്കലോഫൈല്, സലൈലോഫൈൽ എന്ന് പറയുന്ന രീതിയിൽ ഈ പറയുന്ന സലൈൻ വാട്ടറും ഉപ്പുവെള്ളവും ഒക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആൽഗയാണ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവ സൺലൈറ്റും നല്ല ന്യൂട്രിയൻസും കിട്ടുന്ന സമയത്ത് പലതരത്തിലുള്ള ആന്തോസയനിൻ പോലെയുള്ള പിഗ്മെൻറ്റുകൾ പുറത്തുവിടുകയും അത് പച്ച നിറത്തിലും പിങ്ക് നിറത്തിലും സീസണലായിട്ട് ആ ഒരു തടാകം കാണപ്പെടാനും കാരണമാകുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഈ വന്നിടിച്ച ഉൽക്കയിലുണ്ടായിരുന്ന ഇരുമ്പും നിക്കലും കൂട്ടിയിടെ അതിശക്തമായിട്ടുള്ള ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ട് ഇറിഡിയം പോലെയുള്ള റെയർ എലമെൻറ്റുകൾ രൂപപ്പെടുന്നതും ഒക്കെ തന്നെ അവിടെ ഒരു യുണീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് സ്ട്രക്ചറിനെ ചെറിയ തോതിൽ ഈ ഒരു ഇമ്പാക്റ്റ് ബാധിക്കുകയും നമ്മൾ കോമ്പസും കൊണ്ട് അവിടെ ചെന്നാൽ അവിടുത്തെ ചില പാറകളിൽ വൈരുദ്ധ്യമായിട്ടുള്ള രീതിയിൽ ഡയറക്ഷൻ കാണിക്കുകയും ചെയ്യും. അതായത് കോമ്പസിൽ സാധാരണ നോർത്തിലോട്ടാണല്ലോ തിരിയുന്നത്, പക്ഷേ ഇവിടുത്തെ ചില പാറകൾ ഈ ഡയറക്ഷൻ തെറ്റായ രീതിയിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും ലോണാർ ലേക്ക് സന്ദർശിച്ചതിൻ്റെ വീഡിയോസുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അവിടുത്തെ ബസാൾട്ട് റോക്ക് വെട്ടിയെടുത്ത് പണ്ടുള്ള ആളുകൾ അവരുടെ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത പല ക്ഷേത്രങ്ങളുടെയും ഒരു പ്രത്യേകത, അതിൻ്റെ ചില കല്ലുകൾ തിളങ്ങുന്നുണ്ട്, ചില കല്ലുകൾക്ക് കോമ്പസിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ പ്രത്യേകതകളാണ്. അപ്പോൾ ലോണാർ ലേക്കിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അതിനെ വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിർമ്മിച്ച നിർമ്മിതികളാണ് നമുക്കവിടെ ചെന്നാൽ കാണാൻ കഴിയുക. ഇന്ന് ലോണാർ ലേക്ക് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുള്ളൊരു സ്ഥലമാണ്. നമുക്ക് പോകാം, അതിൻ്റെ വെള്ളത്തിൻ്റെ അടുത്ത് പോകാൻ പറ്റും, ആ വെള്ളത്തിൻ്റെ സ്വഭാവം കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ കാന്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ പാറയിലുള്ള ഇരുമ്പിൻ്റെ അംശമടങ്ങിയ പൊടികൾ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്നത് കാണാൻ കഴിയും, കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അങ്ങനെ പല പ്രത്യേകതകളും അവിടെ ചെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല അപ്പോളോ യാത്രികർ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, ചന്ദ്രനിലെ മണ്ണ്, ആ മണ്ണിനോട് സാമ്യതയുള്ള രീതിയിലുള്ള മണ്ണ് ലോണാർ ക്രേറ്ററിൻ്റെ ചുറ്റുപാടും കാണപ്പെടുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ ചില സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ പഠിച്ചതിൻ്റെ ഫലമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ഏർലി സോളാർ സിസ്റ്റത്തിൻ്റെ ചില പ്രത്യേകതകൾ അടങ്ങിയ പാറയായിരിക്കണം ഒരുപക്ഷെ ലോണാർ ലേക്കിൻ്റെ നിർമ്മാണത്തിന് കാരണമായത്. ഈ ലോണാർ ലേക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഛോട്ടാ ലോണാർ എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ലേക്ക് കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വലിയ പാറക്കഷ്ണം വന്നപ്പോൾ അതിനോടൊപ്പം താഴേക്ക് വന്ന ഒരു ചെറിയ പാറക്കഷ്ണം കൂട്ടിയിടിച്ച് അവിടെ രൂപപ്പെട്ടതായിരിക്കാം അത്തരത്തിലുള്ള ഒരു രൂപം. അപ്പോൾ ഈ ലോണാർ തടാകത്തിൻ്റെ അടിഭാഗം ഏകദേശം 4.5 കിലോമീറ്ററോളം വലിപ്പമുള്ള രീതിയിൽ മൂടിക്കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ 150 മീറ്റർ ഹൈറ്റോളം വെള്ളം, ഏകദേശം 1.2 കിലോമീറ്ററോളം വലിപ്പത്തിൽ തടാകം. ഈ തടാകത്തിൻ്റെ സൈഡിൽ ഒരുപാട് ഫ്ലോറയും ഫോണയും മരങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചേർന്ന് ഒരു 1.8 കിലോമീറ്റർ വലിപ്പമുള്ള 8 കിലോമീറ്റർ ചുറ്റളവുള്ള വലിയൊരു ഏകദേശം സർക്കുലറായിട്ടുള്ള ഒരു തടാകമാണ് ലോണാർ തടാകം എന്ന് പറയുന്നത്. സത്യത്തിൽ ആസ്ട്രോയിഡുകൾ വന്നിടിച്ചാൽ എങ്ങനെയാണ് മാസ് എക്സ്റ്റിൻഷൻ സംഭവിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ഒരു തടാകത്തിൻ്റെ രൂപീകരണത്തിൻ്റെ സമയത്തും ഒരുപാട് എക്സ്ട്രീം ഈവൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കണം. പക്ഷേ ബസാൾട്ട് റോക്കിലായതുകൊണ്ടും അതിശക്തമായിട്ട് വന്നിടിച്ചതുകൊണ്ടും ആ ഒരു ഏരിയ മാത്രമേ ഇതിൻ്റെ അതിശക്തമായിട്ടുള്ള ലാവയും മറ്റും ബാധിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ചിക്സ്ലെബ് ക്രേറ്റർ എങ്ങനെയാണ് ദിനോസറുകളെ ഇല്ലാതാക്കിയതെന്ന് ഒരുപാട് പേര് ഷോർട്സും മറ്റും കണ്ടപ്പോൾ സംശയം ചോദിച്ചിരുന്നു. ഞാൻ ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട് ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഞാൻ ചെറിയ 40 സെക്കൻഡ് 50 സെക്കൻഡ് രൂപത്തിൽ ചെറിയ രീതിയിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് കാണാൻ മറക്കരുത്. അപ്പോൾ ഈ ദിനോസറുകളെ എങ്ങനെ ചിക്സ്ലെബിലെ ക്രേറ്റർ ഇല്ലാതാക്കി അല്ലെങ്കിൽ അതിൻ്റെ ആസ്ട്രോയിഡ് ഇല്ലാതാക്കി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അത്യാവശ്യം നല്ല വേഗത്തിൽ മെക്സിക്കോയിൽ യുക്കാറ്റൻ പെനിൻസുലയിൽ വന്നിടിച്ച ആ ഒരു ആസ്ട്രോയിഡ് വന്നിടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ഭീകരമാണ്. കാട്ടുതീയും വളരെയധികം ചൂടും ഒക്കെ തന്നെ ആ ഏരിയയിൽ കൊണ്ടുവരികയും ദിനോസറുകളെ ഇല്ലാതാക്കുകയും ചെയ്യുമെങ്കിലും ഈ ഇടിയുടെ ഫലമായിട്ട് വൻതോതിൽ സുനാമി ഉണ്ടാവുകയും കടലാകമാനം ഇളകുകയും ചെയ്തിട്ട് അത് കരയിലേക്ക് അടിച്ചു കയറും. 2, വന്നിടിക്കുന്ന ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ട് ഒരുപാട് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും ലക്ഷക്കണക്കിന് ആറ്റം ബോംബുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവ അന്തരീക്ഷത്തെ മൂടി സൂര്യപ്രകാശം കടക്കാത്ത രീതിയിലുള്ള ഒരു വിൻ്റർ രൂപീകരിക്കുകയും ഈ വിൻ്റർ വളരെയധികം ഭൂമിയെ തണുപ്പിക്കുകയും ആ തണുപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് 75% ജീവജാലങ്ങളും നശിച്ചു പോവുകയും ചെയ്ത കൂട്ടത്തിലാണ് ദിനോസറുകളും ഇല്ലാതായത്. അന്ന് അതിജീവിച്ച ഒരുപാട് ജീവികൾ പിന്നീട് പരിണമിച്ചാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവരുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്നിടിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത്തരം ക്രേറ്ററുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ തന്നെ ബസാൾട്ട് റോക്കിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം അതിൻ്റെ അടിയിൽ നിന്ന് അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ച് തണുത്തുണ്ടാകുന്ന പാറകളാണ് ഉള്ളത്.
അതിലാണ് നമ്മൾ കാണുന്ന പല ഗർത്തങ്ങളും ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ചൊവ്വയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും അവിടുത്തെ ക്രേറ്ററുകളെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ഒരു മിനി രൂപമായിട്ട് ലോണാർ ക്രേറ്ററിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ ഇതിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലും ലോണാർ തടാകം ഇടം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഇതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇതിനകത്ത് വളരുന്ന ആൽഗയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെഡിസിനൽ കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല എക്സ്ട്രീമായിട്ടുള്ള കണ്ടീഷനുകളിലും ജീവൻ നിലനിൽക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ലോണാർ തടാകത്തിൽ കാണപ്പെടുന്ന ആൽഗകൾ. ആദ്യകാല ഭൂമിയിൽ എങ്ങനെ ഹാർഷ് കണ്ടീഷനിൽ ജീവൻ പരിണമിച്ച് വന്നു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഒരു ചെറിയ ഉത്തരം തരാൻ ലോണാർ തടാകത്തിന് സാധിക്കും. ഭൂമിയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം രൂപപ്പെട്ടു. അതിൻ്റെ മീതെ അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടിയൊലിച്ച ലാവകൾ നിറഞ്ഞു. അങ്ങനെ അത് ഡിസ്ട്രോയ് ആയി. അത് തണുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ മറ്റൊരു കല്ല് വന്നിടിക്കുന്നു. അങ്ങനെ ഒരു ക്രേറ്റർ രൂപപ്പെടുന്നു. അങ്ങനെ നശിച്ച് റീജനറേറ്റ് ചെയ്ത ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ലോണാർ തടാകം. തീർച്ചയായിട്ടും നിങ്ങൾ മഹാരാഷ്ട്രയിൽ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഇതിനെ മിസ് ചെയ്യരുത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും വളരെയധികം പഴക്കമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മൂല്യങ്ങളടങ്ങിയ ഒരു സ്ഥലവുമാണ്. സോ വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.